അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ ഒരു 10 കൊല്ലത്തിന് ശേഷം ആരാവണമെന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു ഈസി വേ ഉണ്ട്. അത് നമുക്ക് ആരാവണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ തറയിലും നിങ്ങൾക്ക് ആരാവണം എന്ന് ചോദിക്കുന്ന ടൈമിൽ ഒരിക്കലും നമ്മൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഇതായിരിക്കരുത് നമ്മുടെ ഉത്തരം. ഇതൊരു ജോബല്ലേ. അപ്പോൾ നമുക്ക് ആരാവണം എന്നുള്ളത് അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനുള്ള ആൻസറും ഒരു നല്ല ആൻസർ ആവണ്ടേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 10 കൊല്ലത്തിന് ശേഷം നമുക്ക് ശരിക്കും ആരാവാനാണ് ഇഷ്ടം. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്കൊരു നല്ല മനുഷ്യനാവണം, കൈൻഡ് ആയിരിക്കണം, റെസ്പെക്റ്റഡ് ആയിരിക്കണം, അതേപോലെ അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു പേഴ്സൺ ആവാനാണ് എനിക്കിഷ്ടം, ഒരു ബെറ്റർ പേഴ്സൺ. നിങ്ങൾക്ക് ആരാവണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അതായത് എപ്പോഴെങ്കിലും ഒരു ബുക്കൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ആരാവണ്ട എന്നുള്ളത്. ഇപ്പോൾ വേറൊരു പേഴ്സൻ്റെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത 1-2 കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ ജലസി ആയിരിക്കും, ചിലപ്പോൾ ഗോസിപ്പായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇത് നോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവം ശരിക്കും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്നൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഈ ഒരു സംഭവം ഒന്നും ഇഷ്ടമല്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന ടൈമിൽ ഫ്യൂച്ചറിൽ നിങ്ങളുണ്ടാക്കുന്ന ക്യാരക്ടറിൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു ആൻസർ കിട്ടും.